ശബരിമലയിൽ ഇപ്പോൾ കഴിഞ്ഞ കുറേ നാളുകളായി അതിശക്തമായ തിരക്ക് അനുഭവപ്പെടുകയാണ്. എന്നാൽ കഴിഞ്ഞ മാസത്തെക്കാളും ഇപ്പോൾ പുതുവർഷത്തിന് ശേഷം നല്ലൊരു തിരക്ക് തന്നെയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നതെന്ന് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ ആദ്യ ഭരണസമിതി അധികാരത്തിലേറുന്നതിന് മുൻപ് വരെ ശക്തമായ തിരക്ക്, അതിൽ പല അയ്യപ്പന്മാരും ബുദ്ധിമുട്ടുന്ന വാർത്തകളുമൊക്കെ തന്നെ വന്നിരുന്നു. ഇപ്പോൾ അയ്യപ്പന്മാരുടെ ബുദ്ധിമുട്ടൊക്കെ തന്നെ പരിഹരിച്ച് അവിടെ എല്ലാവർക്കും സുഗമമായ ദർശനം ലഭിക്കുന്നുണ്ട് എന്നുള്ള വാർത്ത വന്നതിന് പിന്നാലെ തന്നെ കുറച്ച് മാധ്യമ ശ്രദ്ധ ഈ ഒരു കാര്യത്തിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു. പകരം സ്വർണ്ണ കൊള്ളയുമായി ബന്ധപ്പെട്ട വാർത്തകളിലായിരുന്നു ഫോക്കസ് ചെയ്തിരുന്നത്. ഇപ്പോൾ ഈ ഒരു മാധ്യമ ശ്രദ്ധ അവിടെ നിന്ന് വിട്ടുമാറിയതിന് പിന്നാലെ തന്നെ അവിടെ ഉണ്ടാകുന്ന അതായത് ഈ അയ്യപ്പന്മാരെ ആ ക്യൂവിനകത്തിട്ട് തന്നെ ഇഞ്ചപ്പരുവമാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ടോ എന്നൊരു ചോദ്യം സമൂഹ മാധ്യമങ്ങളിൽ വലുതായി നിറയുന്നുണ്ട്. ശബരിമല സന്നിധാനത്തെ ശ്വാസം മുട്ടിച്ച വൻ ദുരിതമുണ്ടാക്കാൻ പോലീസ് മനഃപൂർവ്വം ശ്രമിച്ചോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. അയ്യപ്പ ഭക്തരുടെ സുരക്ഷ വെച്ച പോലീസ് അമ്മാനമാടുകയാണോ എന്നും ചോദ്യമുയരുന്നു. ഈ സംശയങ്ങൾ ബലപ്പെടുകയാണ്. ഈ സംശയങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന ഞെട്ടിപ്പിക്കുന്ന ചില റിപ്പോർട്ടുകളാണ് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ആർ ജയകൃഷ്ണൻ ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. വെർച്വൽ ക്യൂവോ സ്പോട്ട് ബുക്കിങ്ങോ ഇല്ലാത്ത 10,000-കണക്കിന് ആളുകളെ യാതൊരു നിയന്ത്രണവുമില്ലാതെ പോലീസ് സന്നിധാനത്തേക്ക് കടത്തിവിട്ടെന്നാണ് റിപ്പോർട്ടിലെ പ്രധാന ആരോപണം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ ഇത് വല്ലതും അറിഞ്ഞോ എന്നാണ് ഉയരുന്ന ചോദ്യം. മണ്ഡലകാലത്തെ 41 ദിവസവും സമാധാനപരമായി കടന്നുപോയ ശബരിമലയിൽ മകരവിളക്കിനായി നട തുറന്നതോടുകൂടി പോലീസ് മനഃപൂർവ്വം പ്രതിസന്ധികൾ സൃഷ്ടിക്കുകയായിരുന്നുവെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. നിലയ്ക്കലിൽ സ്പോട്ട് ബുക്കിങ്ങിനായി എത്തിയവരോട് പമ്പയിൽ ചെന്ന് ബുക്ക് ചെയ്യാൻ പോലീസ് ആവശ്യപ്പെട്ടു. എന്നാൽ പമ്പയിൽ സ്പോട്ട് ബുക്കിംഗ് കൗണ്ടറുകൾ ഇല്ലെന്നിരിക്കെ ഭക്തരെ അങ്ങോട്ടേക്ക് പറഞ്ഞുവിട്ടത് ബോധപൂർവമായ നീക്കമാണ്. പമ്പയിൽ തടിച്ചുകൂടിയ ഭക്തരെ ഒരു പരിശോധനയുമില്ലാതെ സന്നിധാനത്തേക്ക് കയറ്റിവിട്ടതോടുകൂടി സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമായി മാറി. തിരക്ക് കൂടിയ സമയത്ത് സ്പോട്ട് ബുക്കിംഗ് പമ്പയിൽ നിർത്തലാക്കി. കൂടുതൽ ഭക്തർ ഇങ്ങോട്ടേക്ക് ഒഴുകി വന്നുകൊണ്ടേയിരുന്നു. പമ്പയിലെ തിരക്ക് നിയന്ത്രിക്കാനും നിലയ്ക്കലിൽ ക്രമീകരണം ശക്തമാക്കാനുമായിരുന്നു ഇത്. പോലീസ് തന്നെ ഇത് അട്ടിമറിച്ചുവെന്നാണ് റിപ്പോർട്ട്. ദിവസേന 80,000 പേർക്ക് മാത്രം ദർശനം അനുമതിയുള്ളപ്പോൾ കഴിഞ്ഞ തിങ്കളാഴ്ച മാത്രം 18-ാം പടി ചവിട്ടിയത് 1,05,680 പേരാണ്. ഇത് എങ്ങനെ സംഭവിച്ചു എന്ന ചോദ്യത്തിന് പോലീസിനും മറുപടിയില്ല. ദർശനത്തിന് എത്തിയവരിൽ 25% പേർക്കും യാതൊരു വിധത്തിലുള്ള ബുക്കിംഗും ഉണ്ടായിരുന്നില്ല. ശബരിമലയ്ക്ക് താങ്ങാവുന്നതിലധികം ഭക്തരെ കയറ്റിവിട്ട് സന്നിധാനത്ത് കൃത്രിമ തിരക്ക് സൃഷ്ടിച്ചത് എന്തിനാണെന്ന ചോദ്യം ദുരൂഹവുമാകുന്നു. മകരവിളക്കിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സന്നിധാനത്ത് എന്തെങ്കിലും തരത്തിലുള്ള അപകടമോ ദുരന്തമോ സംഭവിച്ചാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം പോലീസിനും ദേവസ്വം ബോർഡിനുമായിരിക്കുമെന്ന് സ്പെഷ്യൽ കമ്മീഷണർ മുന്നറിയിപ്പ് നൽകി. 18-ാം പടി കയറാൻ ഭക്തർ 10 മണിക്കൂറിലധികം കാത്തു നിൽക്കേണ്ടി വരുന്നത് പോലീസിന്റെ ആസൂത്രിതമായ വീഴ്ചയാണ് എന്ന ആരോപണമാണ് ഉയരുന്നത്. സംഭവത്തിൽ ഹൈക്കോടതി പോലീസിനോട് അടിയന്തര വിശദീകരണം തേടിയിട്ടുണ്ട്. ഹൈക്കോടതി കൂടി ഇടപെട്ട സാഹചര്യത്തിൽ കൃത്യമായ റിപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ ഹൈക്കോടതി കലിപ്പിലാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല, പ്രത്യേകിച്ച് ശബരിമല വിഷയത്തിൽ. ആൾക്കൂട്ട നിയന്ത്രണം കാര്യക്ഷമമായി നടപ്പാക്കാൻ പോലീസിനൊപ്പം ദ്രുതകർമ്മ സേനയും അതായത് RIF 140 പേരുടെ ബറ്റാലിയനും സന്നിധാനത്ത് എപ്പോഴും തയ്യാറാണ്. മരക്കൂട്ടം, നടപ്പന്തൽ, തിരുമുറ്റം, ഡിവൈൻസ് മോർച്ച, അതുപോലെ തന്നെ സന്നിധാനം, ഭസ്മക്കുളം, അരവണ വിതരണ കേന്ദ്രം എന്നിവയാണ് RIFന്റെ പ്രധാന ഡ്യൂട്ടി പോയിന്റുകൾ. മകരവിളക്ക് പ്രമാണിച്ച് കൂടുതൽ സേനാ അംഗങ്ങളെ നിയോഗിക്കുമെന്നും ഡെപ്യൂട്ടി കമാൻഡർ ബിജു റാം അറിയിച്ചിട്ടുണ്ട്. ഈ സംവിധാനങ്ങൾക്ക് പോലും തിരക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നുമില്ല. നേരത്തെ വെർച്വൽ ക്യൂവോ സ്പോട്ട് ബുക്കിങ്ങോ ഇല്ലാതെ 10,000-കണക്കിന് ഭക്തരെ സന്നിധാനത്തേക്ക് കയറ്റിവിട്ട പോലീസ് നടപടിയിൽ കോടതി വൻ അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. വെർച്വൽ ക്യൂ വഴിയോ സ്പോട്ട് ബുക്കിംഗ് വഴിയോ അനുമതിയുള്ള ഭക്തരെ മാത്രമേ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് കടത്തിവിടാവൂ എന്ന് കോടതി ഉത്തരവിട്ടതുമാണ്. മകരവിളക്ക് അടുത്തിരിക്കെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയും പാടില്ല. ഭക്തരുടെ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നീക്കവും അനുവദിക്കരുത് എന്നാണ് ഉയരുന്ന നിർദ്ദേശം.
മകരവിളക്ക് പൂജകളാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ മണ്ഡല കാലത്തിലേക്കുള്ള ഈ ഒരു പൂജ അവസാനിച്ച് 31 തീയതി വരെ അടച്ചിരിക്കുകയായിരുന്നു നട. അതിനുശേഷം 31 തീയതി പുലർച്ചെ, അതായത് 12 മണിയോട് കൂടിയാണ് പിന്നീട് തുറന്നത്. അതായത് 1 മണിക്കാണ് 1 തീയതിയാണ് തുറന്നത് എന്നുള്ളതാണ്. അന്ന് മുതൽ പിന്നെ ഇന്നോളം തന്നെ ശക്തമായ തിരക്കാണ് അവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരുന്നത്. എന്തായാലും ഈ മകരവിളക്ക് സമയത്ത് മാത്രം ഇത്തരം ഒരു കൃത്രിമ തിരക്ക് സൃഷ്ടിച്ചത് എന്തിനാണെന്ന ചോദ്യം ഭക്തർക്കിടയിലും ഉയരുന്നുണ്ട്. മകരവിളക്കിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സന്നിധാനത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഹൈക്കോടതി നേരിട്ട് നിരീക്ഷിക്കുക എന്നതാണ് സൂചന. ശബരിമല ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ കടത്തിയതുമായി ബന്ധപ്പെട്ട കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് കുരുക്കിലേക്കാകുന്നു എന്ന വാർത്തയും ഈ മകരവിളക്ക്, അതായത് നട അടയ്ക്കുന്നതിന് മുൻപ് തന്നെ വരുന്നത് ഏറെ സന്തോഷകരമാണ്. ദേവ സാന്നിധ്യമാണ് തെളിയിക്കുന്നത്. സ്വർണം പൂശാൻ എന്ന വ്യാജേന കഴിഞ്ഞ സെപ്റ്റംബറിൽ ശില്പങ്ങൾ കടത്തിയതിൽ ദുരൂഹതയുണ്ടെന്ന് കണ്ടെത്തിയ പ്രത്യേക അന്വേഷണ സംഘം നടപടികളിലേക്ക് കടക്കുകയാണ്. പ്രശാന്തിനെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്ത മൊഴി രേഖപ്പെടുത്തി. 2019 വൻ സ്വർണ്ണക്കൊള്ള മറയ്ക്കാനാണോ 2025 ഈ പുതിയ നാടകം കളിച്ചതെന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. ശബരിമല ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ സ്വർണം പൂശാൻ 2025 സെപ്റ്റംബറിൽ കൊണ്ടുപോയതിലുള്ള അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘം ശക്തമാക്കും. കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിലാണ് ഇതിന്റെ സൂചനകൾ ഉള്ളത്. സ്വർണ്ണക്കൊള്ള റിപ്പോർട്ട് ചെയ്ത സമയത്ത് 2019 നടന്നത് മാത്രം അന്വേഷിക്കാനായിരുന്നു ചുമതലപ്പെടുത്തിയിരുന്നത്. എന്നാൽ ഓരോ 2 ആഴ്ച കൂടിയപ്പോഴും SIT ഹൈക്കോടതിക്ക് നൽകി വന്ന റിപ്പോർട്ടുകളിൽ പുതിയ വിവരങ്ങൾ വന്നതോടുകൂടി കേസിന്റെ വ്യാപ്തി കൂടി. 4 വിഭാഗങ്ങളായുള്ള അന്വേഷണമായി വികസിപ്പിക്കാനിടയാക്കിയ 4ാമത്തെ വിഭാഗമായിട്ടാണ് കഴിഞ്ഞ വർഷം ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ സ്വർണം പൂശാൻ കൊണ്ടുപോയത്. ഈ അന്വേഷണം നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഹൈക്കോടതി നിയോഗിച്ച സ്പെഷ്യൽ കമ്മീഷണറെ പോലും അറിയിക്കാതെ അതീവ രഹസ്യമായാണ് സെപ്റ്റംബർ 7 ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ ഇളക്കി കൊണ്ടുപോയത്. വിവരമറിഞ്ഞ സ്പെഷ്യൽ കമ്മീഷണർ R ജയകുമാർ റിപ്പോർട്ട് നൽകിയതോടുകൂടിയാണ് ഉന്നതതലത്തിലുള്ള ഗൂഢാലോചന പുറത്തായത്. 2019 നടന്ന കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണ ക്രമക്കേടുകൾ മൂടിവെക്കാൻ പുതിയ സ്വർണം പൂശൽ കരാറിലൂടെ ശ്രമിച്ചോ എന്നാണ് SIT പരിശോധിക്കുന്നത്. കേസിലെ 1ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി, ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് ഉടമ പങ്കജ് ഭണ്ഡാരി എന്നിവരുമായി പ്രശാന്തിന് ബന്ധമുണ്ടോ എന്നതിലേക്കാണ് അന്വേഷണം നീളുന്നത്. ഈ കമ്പനി അത്ര പ്രൊഫഷണൽ അല്ലെന്ന് തിരുവാഭരണ കമ്മീഷണർ ആദ്യം റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നാൽ 8 ദിവസത്തിന് ശേഷം ഉന്നത സമ്മർദ്ദത്തെ തുടർന്ന് ഈ റിപ്പോർട്ട് തിരുത്തി കമ്പനിയെ വെള്ളപൂശിയതായും SIT കണ്ടെത്തിയിട്ടുണ്ട്. ഈ തിരുത്തൽ നടത്തിയത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് എന്ന് പ്രശാന്തിന് വൻ തിരിച്ചടിയാകും. ഇത് സംബന്ധിച്ച മൊഴികൾ അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട്. എന്തായാലും PS പ്രശാന്തിന്റെ മൊഴി എടുത്ത സാഹചര്യത്തിൽ അന്നത്തെ ബോർഡിലെ മറ്റംഗങ്ങളെയും ചോദ്യം ചെയ്യാനാണ് SITയുടെ നീക്കം. വിജയ് മല്യയുടെ കാലം മുതൽ തുടങ്ങിയ സ്വർണ്ണക്കണക്കുകൾ ഹൈക്കോടതി സൂക്ഷ്മമായി പരിശോധിച്ച് വരികയാണ്.